ഇവിടെ അടിയിൽ കാണുന്നില്ല നീല കളറിലെ മീനുകൾ. അതിൻ്റെ തന്നെ വലിയ മീനുകൾ നമുക്കിവിടെ കഴിക്കാനായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കണ്ടോ, ഇതിൻ്റെ കൂട്ടത്തോടെയുള്ള വ്യൂസാണ് കൂടുതലും നമുക്ക് മാലദ്വീപ്സിലെ സ്ക്യൂബൊക്കെയുള്ള വിഷ്വൽസിൽ കുറേ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. കണ്ടോ, എൻ്റെ അടുത്ത് തന്നെയാണ് ഇത്രയും ഫിഷസിനെ കാണുന്നത്. ഇത് വേറൊരു ഫിഷാണ്. ഇതിനെല്ലാം വേറെ തൊട്ടടുത്ത് വേറൊരു ഫിഷ് വന്നുണ്ടോ. കണ്ടോ, ഈ ഭാഗത്തേക്ക് ഷാർക്ക്, വെയിൽസ് ഒന്നും ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് വരില്ല. കാരണം ഇവിടെ വെള്ളമില്ലല്ലോ. ആഴമുള്ള ഭാഗങ്ങളിലായിരിക്കുള്ളൂ അങ്ങനെയുള്ള ഫിഷസിൻ്റെ എല്ലാം കാണുന്നത്. ഇപ്പോൾ ഏകദേശം എൻ്റെ മുട്ടിന് മുകളിൽ ഏകദേശം ആ വെള്ളമായി. ഈ വെള്ളം ഇറങ്ങുന്ന സമയത്താണ് ഈ മീനിനെല്ലാം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് ഈ മീനുകളൊന്നും കാണാൻ പറ്റില്ല. കണ്ടോ, ഇപ്പോൾ ഓടിപ്പോയത് വേറൊരു നല്ല ഭംഗിയുള്ള ഭംഗിയാണ്. നമ്മുടെ ടൈഗർ ഫിഷ് പോലത്തെ ഫിഷുകൾ, പിന്നെ നമ്മുടെ നാട്ടിലെ അക്വേറിയത്തിലൊക്കെ ഇടുന്ന പോലത്തെ കുറേ ഭംഗിയുള്ള ഫിഷസ്, എല്ലാം കടലിലുള്ള ഫിഷസാണ്. ഇവിടെയൊക്കെ കുറേ കൂട്ടമുള്ള ഫിഷസ് ഉണ്ട്. ഈ ഒരു ടൈമിൽ ഇറങ്ങിയാൽ മാത്രമേ ഇതിനെല്ലാം നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് സ്ക്യൂബക്കോ അല്ലെങ്കിൽ റിസ്കി ഷോട്ട്സിനൊന്നും ഇല്ല. നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം, നമുക്ക് കാണാം. കുറേ ഉണ്ട് ഇവിടെ, പല ടൈപ്പിലുള്ള ഫിഷസ് ഉണ്ട്. അപ്പം നമ്മൾ കരയിൽ നിന്ന് ഏകദേശം ഇത്രയും ദൂരം വന്നിട്ടുണ്ട്. കണ്ടോ, കുറേ കൂടെ പോകാനുണ്ട്. ഏകദേശം ഞാൻ പറയാം, ഒരു കിലോമീറ്റർ അടുത്തോളം പോകാനുണ്ട്. നമുക്ക് പോയി നോക്കാം. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. മാലദ്വീപിലെ കാഴ്ചകളിൽ പെടുന്ന കുറച്ച് നല്ല ഭംഗിയുള്ള കോറൽസ് ആണ് ഇതൊക്കെ. കണ്ടോ, ശരിക്കും പാറയാണ്, പാറ പോലെ കോറൽസ്. അതിൻ്റെ ഉള്ളിലൊക്കെ മീനുണ്ട്. ഇത് വേറൊരു കോറലാണ്. ഒരു പാമ്പ് പോലത്തെ സാധനമാണ്. ശരിക്കും പാമ്പ് തന്നെ. ഇത് അവിടെ കിടക്കുന്നുണ്ടോ, വളഞ്ഞു കിടക്കുന്നുണ്ടോ. എന്താണെന്നറിയില്ല. ഇവിടെ ഒരുപാട് ജീവികളുള്ള ഒരു കടലാണല്ലോ മാലദ്വീപ്സിലെ കടൽ. കണ്ടോ, നമുക്കൊരു കുഞ്ഞു ചെറിയ കല്ലെടുത്തിട്ടോ. കണ്ടോ, അവിടെ കണ്ടോ, അത് അനങ്ങുന്നില്ല. കണ്ട മൂവായി പോകണോ. കണ്ടോ ഈ കടൽപ്പാമ്പ്, എൻ്റെ കടൽക്കൊമ്പൻ്റെ നമ്മുടെ മച്ചാൻ്റെ വീഡിയോ കണ്ടേക്കണ കാരണം പേടിയാണ്. കടൽപ്പാമ്പ് വിഷമാണെന്നൊക്കെ പറഞ്ഞേക്കണുണ്ട്. അത് കടൽപ്പാമ്പ് തന്നെയാണോ നമുക്ക് അതിനെ ഉപദ്രവിക്കേണ്ടത്? ജസ്റ്റ് വിഷ്വൽസ് എടുക്കാൻ. മൂവാവുന്നുണ്ടോ. കണ്ടോ അതങ്ങനെ മൂവായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എന്താ സംഭവം എന്നറിയാമോ, നമ്മുടെ കന്യാകുമാരി പെൻസിലില്ലേ, അതുണ്ട് ഇവിടെ. അയ്യടാ, നമ്മുടെ വെള്ളക്കുപ്പി താഴെ വീണ കുഴപ്പമില്ല. നമുക്ക് ഇതും കൊണ്ടൊന്ന് ട്രൈ ചെയ്തോ. അതിന് ജീവനുള്ളതാണെന്ന് അറിയില്ലല്ലോ. സംഭവത്തിന് ജീവനുള്ളതാണെന്ന് തോന്നുന്നു. ഞാൻ മുള്ളൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനുകളിൽ മുള്ളു പോലെ കിടക്കുന്നുണ്ടോ. അത് നമ്മുടെ കന്യാകുമാരി പെൻസിലാണത്. കന്യാകുമാരി പെൻസിലല്ല, പെൻസിൽ ഉണ്ടാക്കുന്ന ഇതിൽ നിന്നാണുള്ള പെൻസിലിൽ ഉണ്ടാക്കുന്നത്. നമ്മൾ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ മുള്ളൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അവിടെ ഇരിക്കട്ടെ. അയ്യടാ, ഒരു വലിയ സാധനമൊക്കെ കിടപ്പണ്ടാ. അവനൊക്കെ എത്രത്തോളം ഡേഞ്ചറാണെന്ന് നമുക്കറിയില്ല. നമ്മളിങ്ങോട്ട് വരുമ്പോഴേ അത് ഒക്ടോപ്പസ് ആണെന്ന് തോന്നണം. ഒക്ടോപ്പസ് ആണടാ, കിടപ്പണ്ടടാ. കണ്ടാ കിടക്കണാണ്ടാ. കണ്ട മൂവാവണണ്ട. ഇതാണ് ഒക്ടോപ്പസ്. കിടക്കുന്നുണ്ടോ സംഭവം? എനിക്ക് നല്ല പേടിയുണ്ട്. ഇതിൻ്റെ മഷി ചീറ്റു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അവിടെ കിടക്കട്ടെ, നമ്മളതിനെ ഉപദ്രവിക്കണ്ട. അതേ കിടക്കുന്നുണ്ടോ. കണ്ടോ, എനിക്ക് പേടി കടൽപ്പാമ്പിനാണ്. ഇന്നോട് കടൽപ്പാമ്പ് ഉണ്ടാവില്ലെന്ന് വിചാരിക്കാം. പക്ഷെ ഇതിനൊക്കെ ആദ്യമായിട്ട് കാണുമ്പോഴേ നമുക്ക് പേടിച്ചു പോകും. നമുക്കറിയില്ലല്ലോ നമ്മൾ ഉപദ്രവിക്കുമോ അതോ എന്തെങ്കിലും പ്രശ്നക്കാരനാണോ. ഇവിടെ കടലിൽ സ്ഥിരമായിട്ട് വന്നവർക്ക് എന്താണ് അപകടകാരിയെന്നും എന്താണ് അപകടകാരി അല്ലാത്തതെന്നൊക്കെ അവർക്കറിയാം. ഇതാണ് നമ്മളാ ദൂരേന്ന് മുകളിൽ നിന്ന് കണ്ട കോറൽസ് കിടക്കുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള ഫിഷസ്, കുഞ്ഞു ഫിഷസൊക്കെ ഉണ്ട്. ബ്ലൂ കളറിലെ കളർ കണ്ടോ, അവനെ കളർ കണ്ടോ. കുഞ്ഞൻ മൂവാണുണ്ടോ. കണ്ടോ മൂവാണുണ്ടോ. ഇതുപോലെ കളറുള്ള ഒരുപാട് കളർ, മഞ്ഞ, പച്ച, നീല, ചുവപ്പ്, എല്ലാ വിജ്ജൂറ് കളറ്, വളവില്ലിലെ എല്ലാ കളറിലുള്ള ഫിഷസും
മാലദ്വീപിലെ കടലിലുണ്ട്. അതിൽ കുറേയൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല ഭംഗിയാണ് വിഷ്വൽസ്. ഫുള്ള് കോറൽസ് ആണ്. നല്ല ഭംഗിയുള്ള കോറലൊക്കെ ഉണ്ട്. അടുത്ത് കാണിച്ചു തരാം. അയ്യോ കണ്ടോ, ഇതേപോലെ വേറെ കളർഫുള്ളായിട്ടുള്ള കുറേ കോറൽസ് ഉണ്ട്. കാണുന്ന ആ ഒരു വിഷ്വൽ എഫക്റ്റ് കണ്ടോ, കണ്ടോ അത് ഇതല്ല, ഈ സാധനമൊക്കെ അല്ല നമ്മൾ സ്ക്യൂബൊക്കെ പോകുമ്പോൾ കാണുന്നത്. കണ്ടോ ബീച്ചിലെ വെള്ളം ഇപ്പോൾ കുറേശ്ശെ കൂടി തുടങ്ങി, ഇങ്ങോട്ട് കയറി തുടങ്ങി വെള്ളം. കണ്ടോ വെള്ളം ഒഴുകി പോകുന്നുണ്ടോ. നമ്മുടെ ചൂണ്ടയുടെ കുളത്ത് ഇവിടെ വന്നിടക്ക് ആൾക്കാർ മീൻ പിടിക്കുമല്ലോ, അതിൻ്റെ കുളത്ത്